ഇന്ത്യക്കാരൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ ബ്രാൻഡാണ് മഹീന്ദ്ര. മഹീന്ദ്രയുടെ 2 ചീറ്റപ്പുലികളെയാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഞ്ചായ XUV 300യുടെ പെട്രോൾ ഡീസൽ വേരിയൻറ്റുകളാണ് നമ്മളിന്നിവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഏവർക്കും റൈഡ് ആൻഡ് ഡ്രൈവിലേക്ക് സ്വാഗതം. നമ്മൾ മഹീന്ദ്ര XUV 300നെ അടുത്ത് പരിചയപ്പെടും മുമ്പ് മറ്റൊരാളെ പരിചയപ്പെടാം. ഇവനാണ് സാങ്യോങ് ടിവോലി. ജനനം 2015, സ്വദേശം കൊറിയ, ഉടമസ്ഥൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. ചുരുക്കി പറഞ്ഞാൽ സാങ്യോങ് എന്ന ആഗോള ഭീമനെ മഹീന്ദ്ര വിലക്കെടുത്ത ശേഷം ആദ്യം ഇറങ്ങിയ SUVകളിൽ ഒരെണ്ണമാണ് ടിവോലി. 2015 മുതൽ ഇന്ന് വരെ 50 രാജ്യങ്ങളിലായി 2 ലക്ഷത്തിലധികം ടിവോളികൾ തലങ്ങും വിലങ്ങും ഓടി കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ താരങ്ങളെ പരിചയപ്പെടാം. മഹീന്ദ്ര XUV 300 പെട്രോളും ഡീസലും മോഡലുകളിലായി 2019 ഇന്ത്യക്ക് മഹീന്ദ്രയുടെ സമ്മാനം. ആദ്യം പരിചയപ്പെട്ട ടിവോലിയുടെ അടിസ്ഥാന ഗുണങ്ങൾ നിലനിർത്തിക്കൊണ്ട് തകർപ്പനൊരു വാഹനമാണ് മഹീന്ദ്ര ഇന്ത്യക്കായി ഒരുക്കിയിരിക്കുന്നത്. XUV 300 ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ മഹീന്ദ്ര പുലർത്തിയ കരുതൽ എടുത്തു പറയണം. ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ലക്ഷങ്ങൾ വിറ്റഴിഞ്ഞ ഒരു മോഡലായിട്ട് കൂടി ടിവോലിയെ പേര് മാത്രം മാറ്റി ഇറക്കാനോ അല്ലറ ചില്ലറ മിനുക്കുപണികളോടെ അവതരിപ്പിക്കുവാനോ മഹീന്ദ്ര ശ്രമിച്ചിട്ടില്ല. ടിവോലിയുടെ പ്രസിദ്ധമായ X100 എന്ന പ്ലാറ്റ്ഫോം നിലനിർത്തിക്കൊണ്ട് അടിമുടി മാറ്റങ്ങളുമായാണ് XUV 300 വന്നിരിക്കുന്നത്. 2015 മുതൽ ഇന്ന് വരെ ഇറങ്ങുന്ന ടിവോലി മോഡലുകളുടെ പൊതുരൂപം ഒഴിച്ചു നിർത്തിയാൽ XUV 300യ്ക്ക് അടുപ്പം കൂടുതൽ ഇന്ത്യൻ കരുത്തനായ മഹീന്ദ്ര XUV 500നോടാണ്. ഇരുവരെയും മഹീന്ദ്ര താരതമ്യപ്പെടുത്തുന്നതും ചീറ്റപ്പുലിയോടാണ്. വേഗതയുടെയും കരുത്തിന്റെയും കുതിപ്പിന്റെയും പ്രതീകമായ ചീറ്റപ്പുലിയോടുള്ള താരതമ്യം അന്വർത്ഥമാക്കുന്നതാണ് XUV സീരീസ്. കേട്ടറിവിനേക്കാൾ വലുതാണ് മഹീന്ദ്രയുടെ ഈ പുതിയ അവതാരമെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യമായി. കോട്ടയം നാട്ടകത്തുള്ള TVS മഹീന്ദ്ര ഷോറൂമിലേക്ക് റൈഡ് ആൻഡ് ഡ്രൈവ് ഷൂട്ടിനായി ചെല്ലുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഡീസൽ വാഹനങ്ങളിൽ ഇന്ത്യക്കാർക്ക് തലതൊട്ടപ്പനായ മഹീന്ദ്രയുടെ പുതിയ മോഡലിന്റെ ഡീസൽ പതിപ്പ് എങ്ങനെയുണ്ട് എന്നറിയുക, അത്രമാത്രം. എന്നാൽ മാനേജർ ഹരികൃഷ്ണന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് പെട്രോൾ മോഡലും ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് വെച്ചത്. ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഓറഞ്ച് നിറമുള്ള സുന്ദരനെ കണ്ടപ്പോഴേ ഒന്നുറച്ചു, ഇവൻ മാച്ച് വിന്നർ തന്നെ. ഒറ്റ നോട്ടത്തിൽ XUV 500ന്റെ ലേശം ചെറിയൊരു പതിപ്പ്. ഹെഡ്ലാമ്പ് യൂണിറ്റ് മുതൽ വശങ്ങളിൽ സി പില്ലറിന് താഴെയുള്ള തടിച്ച ബോഡി ലൈനുകൾ വരെ ഈ സാമ്യം പ്രകടമാണ്. മഹീന്ദ്രയുടെ അഭിമാന വാഹനമാണ് XUV 500 എന്നതുകൊണ്ട് തന്നെ ഡിസൈനിങ്ങിലെ ബോധപൂർവമായ സാമ്യം തറവാടിത്തത്തിന്റെ ഭാഗമായി കാണാം. അത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് എന്നൊന്നും അവകാശപ്പെടാനില്ലാത്ത ഡിസൈൻ തീമാണ് മഹീന്ദ്ര അവലംബിച്ചിരിക്കുന്നത്. പക്ഷേ അകംപുറം ഓരോ കോണിലും പ്രീമിയം ലുക്കും ഫീച്ചറുകളുമാണ് XUV 300നെ വേറിട്ട് നിർത്തുന്നത്. ടോപ്പ് എൻഡ് മോഡൽ പോലും 14 ലക്ഷമെന്ന മോഹിപ്പിക്കുന്ന ഓൺ റോഡ് വിലയിൽ എത്തുമ്പോൾ ലക്ഷറിയിലും സേഫ്റ്റിയിലും കംഫർട്ടിലും പവറിലും 10 മടങ്ങ് ഫീച്ചറുകളാണ് ഇന്ത്യൻ നിരത്തുകൾ അടക്കി വാഴാൻ പോകുന്ന XUV 300യുടെ പ്ലസ് പോയിന്റുകൾ. പുതിയ XUVയുടെ ബ്രോഷർ ഒന്ന് ഓടിച്ചു നോക്കിയതോടെ പ്ലാൻ എല്ലാം മാറിയത് പെട്ടെന്നായിരുന്നു. എന്നാൽ പിന്നെ പെട്രോളും ഡീസലും ഒരു കമ്പാരിസൺ ആയാലോ എന്നായി. അങ്ങനെ ഒരു സജഷൻ വെച്ചതിന് ആദ്യമേ തന്നെ ഹരിയോട് നന്ദി പറയുന്നു. സാധാരണ കോട്ടയത്തെ ടെസ്റ്റ് ഡ്രൈവുകൾക്ക് ഏവരും തിരഞ്ഞെടുക്കുക നാട്ടകം പോർട്ട് റോഡോ ബൈപ്പാസ് റോഡോ ആണ്. കണ്ടുമടുത്ത കാഴ്ചകളിൽ നിന്നൊരു മാറ്റം എന്ന നിലയിലാണ് റൂട്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചത്. ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിലായിരുന്നു ഫോട്ടോഷൂട്ട്. വളരെ തിരക്ക് പിടിച്ച ഷൂട്ടിംഗ് ഷെഡ്യൂളിനെയും കടന്നൽക്കൂട് ഇളകിയ മാതിരിയുള്ള ട്രാഫിക്കിനെയും കത്തിക്കാളുന്ന വെയിലിനെയും പഴിച്ചുകൊണ്ടാണ് നേരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കടന്നത്. ആദ്യം ഓടിച്ചത് ഡീസൽ തന്നെ. എണ്ണക്കറുപ്പിൽ വെട്ടിത്തിളങ്ങുന്ന XUV 300 ഒരു കാഴ്ച തന്നെയാണ്. 115 bhp കരുത്തുള്ള 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ ലോ റേഞ്ചിലും മിഡ് റേഞ്ചിലും എല്ലാം തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 1500-2500 RPMൽ 300 ന്യൂട്ടൺ മീറ്റർ എന്ന ഗംഭീര ടോർക്ക് ഡെലിവറി കാല് കൊടുക്കുമ്പോൾ തന്നെ അനുഭവപ്പെടും. മഹീന്ദ്രയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള പല വാഹനങ്ങളുമായി കമ്പയർ ചെയ്താൽ പിൻ ഡ്രോപ്പ് സൈലന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നിശബ്ദനാണ് ഡീസൽ എഞ്ചിൻ. പതുങ്ങി നടന്ന് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയോടുള്ള ഉപമ ഓടിച്ചു തന്നെ അറിയണം.
നമ്മളിന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കമ്പാരിസൺ ടെസ്റ്റാണ്. മറ്റ് സാധാരണഗതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതിലുപരിയായിട്ട് ഒരു കമ്പനിയുടെ തന്നെ, ഒരു ബ്രാൻഡിൻ്റെ തന്നെ പെട്രോൾ ഡീസൽ വേരിയൻറ്റുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. മഹീന്ദ്ര XUV 300യുടെ പെട്രോൾ ഡീസൽ വേരിയൻറ്റുകളുടെ ഒരു കമ്പാരിസണാണ് ഉദ്ദേശിക്കുക. മഹീന്ദ്ര XUV 300യെ പറ്റി പറയുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു വാഹനമെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് XUV 300. മറ്റ് പല വാഹനങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിലൊക്കെ അടുത്ത കാലത്തൊന്നും വരാനിടയില്ലാത്ത തരം ഫീച്ചേഴ്സ് എല്ലാം തിക്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് XUV 300. XUVയുടെ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഡീസൽ വേരിയൻ്റാണ്. ഇതിന് തൊട്ട് പുറകെ തന്നെ പെട്രോൾ വേരിയൻറ്റും ഓടിക്കുന്നുണ്ട്. 1.5 ലിറ്റർ എഞ്ചിനാണ് നമുക്കിപ്പം ഓടിക്കാൻ കിട്ടിയിരിക്കുന്നത്. 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. മരാസോയിലൊക്കെ വരുന്ന അതേ കാറ്റഗറിയിൽ പെടുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ. ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകളെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ നിറങ്ങുന്ന ഏറ്റവും മികച്ച ഡ്രൈവബിലിറ്റി ഉള്ള വാഹനങ്ങളിൽ ഒന്നാണ് മഹീന്ദ്ര XUV 300. സാധാരണ ഒരു 15 ലക്ഷത്തിൽ താഴെ ഓൺ റോഡ് വിലയിൽ ലഭ്യമാകുന്ന വാഹനങ്ങളിൽ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് ഒരു BMWയിലും മറ്റും കാണുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഈ വാഹനത്തിൽ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തന്നെ ഫസ്റ്റ് ഇൻ ക്ലാസ് എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ള ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിന് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു 15 ലക്ഷത്തിൽ രൂപയിൽ താഴെ വരുന്ന SUVകൾക്ക് കൊടുക്കാറുള്ള ഫീച്ചേഴ്സിന് അപ്പുറമായിട്ട് ഫസ്റ്റ് ഇൻ ക്ലാസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് തിക്ലി പാക്ഡ് ആയിട്ട് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നു. അത് പല ഫീച്ചേഴ്സും നമുക്ക് നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു എന്ന് വേണം പറയുവാൻ. മഹീന്ദ്ര XUV 300യെ പറ്റി പറയുമ്പോൾ ഈ വാഹനം സാങ്യോങ്ങിൻ്റെ ടിവോളി എന്ന് പറയുന്ന വാഹനമാണ്. സാങ്യോങ് ടിവോളി എന്ന് പറയുന്ന വാഹനത്തിനെ അതേപടി ഒരിക്കലും ഇന്ത്യയിലേക്ക് ഇറക്കിയല്ല മഹീന്ദ്ര പരീക്ഷിച്ചിരിക്കുന്നത്. സാങ്യോങ് ടിവോളിയെ അതിനെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഒരു അടിസ്ഥാന ഗുണഗണങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ ഒരു ഷേപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സാങ്യോങ് ടിവോളി, ആ സാങ്യോങ് ടിവോളിയെ അതേപടി പകർത്തിയെടുക്കാതെ ഇന്ത്യക്കാരൻ്റെ മനസ്സ് കവർന്ന മറ്റൊരു മഹീന്ദ്ര വാഹനമായ XUV 500യുടെ അതിൻ്റെ ചീറ്റ ഇൻസ്പയർഡ് രൂപം എന്നവർ പറയുന്ന ഒരു ചീറ്റപ്പുലിയുടെ രൂപഭാവങ്ങളോടെയുള്ള വാഹനമെന്നാണ് അവർ എപ്പോഴും അതിനെ XUV 500നെ വിശേഷിപ്പിക്കുന്നത്. ആ വാഹനത്തിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ഷേപ്പാണ് അവർ ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും മികച്ച കാര്യങ്ങളെന്ന് പറയാവുന്നത് അറ്റ്മോസ്റ്റ് കെയർ കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ആ ഫീച്ചേഴ്സ് എല്ലാം കൂടെ കൊണ്ട് തന്നെ വളരെ നല്ലൊരു വാഹനമാണ്. ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ തന്നെ വളരെ നല്ലൊരു എഞ്ചിനാണ്. ഈ വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മിഡ് റേഞ്ചിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു എഞ്ചിൻ കൂടിയാണ്. പ്രത്യേകിച്ചും ടർബോ ലാഗോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സ്മൂത്തായിട്ടൊരു വളരെ ചെറിയൊരു പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഫീലോടുകൂടി ഈ 1500cc വരുന്ന ഈ വാഹനത്തിനെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ സുരക്ഷാ കാര്യങ്ങളിലാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഇൻ ക്ലാസ് എന്ന് പറയാവുന്ന രീതിയിൽ 7 എയർ ബാഗുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കാര്യത്തിലും നോ കോംപ്രമൈസ് വെഹിക്കിൾ എന്ന് പറയാവുന്ന രീതിയിലൊരു വാഹനമാണ് മഹീന്ദ്ര XUV 300. സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ നന്നായി പ്രതികരിക്കുന്നുണ്ട്. വളരെ റെസ്പോൺസീവായ ക്ലച്ച് ഗിയർ മാറ്റം അനായാസമാക്കുന്നു. വിദേശ നിർമ്മിത വാഹനങ്ങളുമായി കമ്പയർ ചെയ്താൽ പോലും സ്കോർ ചെയ്യത്തക്ക വിധം ഉഗ്രനാണ് ട്രാൻസ്മിഷൻ. എഞ്ചിൻ റിഫൈൻമെന്റും ഒന്നാം തരമാണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ വളരെ സൈലന്റ് ആയ എഞ്ചിനാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ ഒഴിവാക്കുന്നതിൽ ഇൻസുലേഷൻ വിഭാഗം വിജയിച്ചിരിക്കുന്നു. 6000 RPM അടുക്കുമ്പോൾ അല്പസ്വല്പം ശബ്ദം ഒഴിച്ചാൽ ഡീസൽ എഞ്ചിൻ മാരക പെർഫോമൻസ് പ്രകടിപ്പിക്കുന്നു. മഹീന്ദ്രയുടെ മരാസോ പോലുള്ള വാഹനങ്ങൾ കാണപ്പെടുന്ന അതേ സീരീസ് എഞ്ചിനാണെങ്കിൽ കൂടി XUV 300യ്ക്ക് വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ചതാണ് നമ്മൾ കാണുന്ന ടർബോ ഡീസൽ എഞ്ചിൻ. നഗരത്തിരക്കിലും ഹൈവേ ക്രോസിലും മോശം റോഡുകളിലും സ്ഥിരതയാർന്ന പ്രകടനം ഈ എഞ്ചിൻ ഉറപ്പു തരുന്നു. അടിക്കടിയുള്ള ഗിയർ മാറ്റം ആവശ്യമില്ല എന്നത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. 20 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന ഇന്ധനക്ഷമത. നമ്മുടെ റോഡ് സാഹചര്യങ്ങളിൽ മറ്റു മഹീന്ദ്ര വാഹനങ്ങളുടെ അനുഭവം വെച്ച് 18 മേൽ കിലോമീറ്റർ പെർ ലിറ്റർ എന്ന കണക്കിൽ ഉറപ്പായും മൈലേജ് പ്രതീക്ഷിക്കാം.
ഇന്റീരിയറും മറ്റ് ഫീച്ചേഴ്സും പെട്രോളിലും ഡീസലിലും ഒന്ന് തന്നെ. പെട്രോൾ മോഡലിന്റെ കൂടി പ്രകടനം അറിഞ്ഞ ശേഷമാകാം ഫീച്ചറുകളിലേക്ക് കടക്കുക. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് റൈഡ് ആൻഡ് ഡ്രൈവിൽ ചെറിയൊരു ഇടവേള. കറുപ്പിന്റെ കരുത്തറിഞ്ഞാണ് അടുത്ത ഡ്രൈവിംഗിന് ഇറങ്ങിയത്. മെറ്റാലിക് സിൽവറിൽ തിളങ്ങി നിന്ന പെട്രോൾ XUV വളരെ സ്മാർട്ടായി തോന്നി. ടർബോ പെട്രോൾ എഞ്ചിന് 110 bhp കരുത്തുണ്ട്. 2000-3500 RPM 200 Nm എന്ന മികച്ച ടോർക്ക് ലഭിക്കുന്നതാണ് പുതിയ ടർബോ പെട്രോൾ എഞ്ചിൻ. പെട്രോളിന്റെ പതിഞ്ഞ താളം പ്രതീക്ഷിച്ച് കാലുകൊടുത്തു. ഒന്നാം തരം കുതിപ്പാണ് അനുഭവപ്പെട്ടത്. പ്രത്യക്ഷത്തിൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെ കുറവാണ്. എന്തായാലും XUV 300 ഓടിച്ചത് വഴി ഒരു കാര്യം ബോധ്യപ്പെട്ടു. സാങ്യോങ് എന്ന കൊറിയൻ ഭീമനെ കാൽക്കീഴിലാക്കുക വഴി മഹീന്ദ്ര ചില്ലറ നേട്ടങ്ങളല്ല സ്വന്തമാക്കിയത്. പെട്രോൾ പോലെ സോഫ്റ്റ് ആയ ഡീസൽ എഞ്ചിന്റെ കരുത്തും ഡീസലിന്റെ കരുത്തിനോട് ഒട്ടും പിന്നോക്കം പോകാത്ത പെട്രോൾ എഞ്ചിനും വരുന്ന ആളുകളിൽ അത്ഭുതം തീർത്തേക്കാം. ഇനി പെട്രോളിന്റെ റോഡ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് അടുത്തറിയാം. ആദ്യം ഡീസൽ മോഡൽ ഓടിച്ചു, ഇപ്പോൾ ഇതാ പെട്രോൾ വേരിയന്റ്. മഹീന്ദ്ര XUV 300 പറ്റി പറയുമ്പോൾ രണ്ട് മോഡലും ഒന്നാം തരം എഞ്ചിനുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിലാണ് വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ഈ രണ്ട് വണ്ടിയും തമ്മിൽ ഓടിക്കുമ്പോൾ പെട്രോൾ ആണോ ഡീസൽ ആണോ എന്നുള്ള കാര്യം യാതൊരു വിധത്തിലും സാധാരണഗതിയിൽ പെട്രോൾ എഞ്ചിനുകളും ഡീസൽ എഞ്ചിനുകളും ഓടിക്കുന്നവർക്ക് മാറി മാറി ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യം രണ്ട് എഞ്ചിനുകളും തമ്മിലുള്ള പെർഫോമൻസിലുള്ള വ്യത്യാസമാണ്. ടർബോ പെട്രോൾ എഞ്ചിന് 110 HP പവറും ടർബോ ഡീസൽ എഞ്ചിന് 115 HP പവറുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് എഞ്ചിനുകളെ പറ്റി കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരേ രീതിയിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ. മിഡ് റേഞ്ചിലും എല്ലാം വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു എഞ്ചിനാണ്. ഒരു 6000 RPM മുകളിലേക്കൊക്കെ പോകുമ്പോൾ മാത്രം ഡീസൽ എഞ്ചിൻ ഒരല്പം നോയ്സി എന്ന് തോന്നാമെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനുകളാണ് പെട്രോളിലും ഡീസലിലും നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് വാഹനങ്ങളിലും ട്രാൻസ്മിഷൻ വളരെ സ്മൂത്താണെന്നുള്ളതാണ്. മഹീന്ദ്ര ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പഴി കേട്ടിരുന്നത് അതിൻ്റെ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലായിരുന്നു. ട്രാൻസ്മിഷനെ പറ്റി പറയുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ച്, അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും എല്ലാം കൂടി കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്രോളോ ഡീസലോ എഞ്ചിനുകൾ അത് എടുക്കേണ്ടവരുടെ ഉപയോഗമനുസരിച്ച് കൂടുതൽ ഓട്ടമുള്ളവർക്ക് ഡീസലും കുറഞ്ഞ ഓട്ടമുള്ളവർക്ക് പെട്രോളും, ആ ഒരു സാധാരണ ഒരു കൺസെപ്റ്റിൽ ആർക്കും ധൈര്യമായിട്ട് മഹീന്ദ്രയുടെ XUV 300 പെട്രോളോ ഡീസലോ വേരിയൻ്റ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാമെന്ന ഉള്ളൊരു അഭിപ്രായം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഡീസൽ എഞ്ചിനിൽ പറയുവാനോ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് പറയാനോ അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല. മഹീന്ദ്ര എപ്പോഴും ഡീസൽ എഞ്ചിനുകളുടെ കാര്യത്തിലാണ് എക്സ്പെർട്ട് എന്നത് ഒരു പ്ലസ് പോയിൻ്റായി നിലനിൽക്കെ തന്നെ പെട്രോളും വളരെ നല്ല എഞ്ചിനാണ്, വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എഞ്ചിനുമാണ്. നമുക്ക് നഗരത്തിരക്കിൽ ഇപ്പോൾ ഞങ്ങൾ ഈ ആലപ്പുഴ റൂട്ട് തിരഞ്ഞെടുത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഹൈവേ ട്രാഫിക്കിൽ കൂടി വാഹനം ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ വളരെ തിരക്കുള്ള ഒരു സമയമായിരുന്നു നമുക്ക് നിർഭാഗ്യവശാൽ കിട്ടിയത്. ഇവിടെ പോലും വളരെ നല്ല രീതിയിൽ കുതിച്ചു പായുവാനും ഒപ്പം തന്നെ ട്രാഫിക്കിൽ കൂടി ഇത്ര വലിയൊരു വാഹനത്തെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അത് പെട്രോൾ വാഹനം ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ ഡീസൽ വാഹനം ഓടിച്ചു, ഇപ്പോൾ പെട്രോൾ വാഹനം ഓടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. ഈ രണ്ട് വാഹനങ്ങൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ രണ്ടും ഒന്നാന്തരം വാഹനങ്ങളെന്ന് മാത്രമാണ് പറയാൻ കഴിയുക. മഹീന്ദ്രയുടെ തന്നെ മറ്റു പല വാഹനങ്ങളിലും ആദ്യമായിട്ട് KUV-യിലൊക്കെ മറ്റും നമ്മൾ പെട്രോൾ എഞ്ചിൻ ഓടിച്ചപ്പോൾ അത് ഡീസൽ എഞ്ചിൻ തന്നെയാണ് നല്ലത് എന്നൊരു അഭിപ്രായം പൊതുവെ ആൾക്കാർ പറയുണ്ടായിട്ടുണ്ട്. രണ്ട് വാഹനങ്ങളും ധാരാളമായി നിരത്തിലിറങ്ങുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ആൾക്കാർക്ക് പൊതുവേ മഹീന്ദ്രയിൽ ഡീസൽ വാഹനങ്ങളോടാണ് താല്പര്യം എന്നൊരു കേൾവിയുണ്ട്. എന്നാൽ അതിനെ ഒരു മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് പ്രത്യേകിച്ച് എതിരഭിപ്രായം ഒന്നും പറയാനില്ലാത്ത വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു എഞ്ചിനായിട്ട് വേണം ഇതിനെ കാണുവാൻ. അതുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞ പോലെ തന്നെ അവനവൻ്റെ ഉപയോഗത്തിനനുസരിച്ച് പെട്രോളോ ഡീസലോ അത് ഏത് വേണമെന്നുള്ളത് കസ്റ്റമർക്ക് തീരുമാനിക്കാവുന്ന രീതിയിൽ അത് ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നൊരു അഭിപ്രായമാണ് നമുക്ക് പറയാനുള്ളത്. 2 എഞ്ചിനുകളും ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ, ആ കൺഫ്യൂഷനിലാണ് മഹീന്ദ്ര വിജയിക്കുന്നത്. കാരണം അത്രമാത്രം നല്ലൊരു എഞ്ചിൻ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്ര നേരവും 2 വേരിയന്റുകളും മാറി മാറി ഓടിച്ചു. ഏതാണ് മെച്ചമെന്ന് നിങ്ങളുടെ ഉപയോഗത്തിനെ ആശ്രയിച്ചിരിക്കും. പെട്രോളും ഡീസലും വിലയിൽ കാര്യമായ അന്തരമില്ലെന്നിരിക്കെ ചോയ്സ് കുറച്ചുകൂടി കടുത്തതാകുകയാണ്. എന്നിരുന്നാലും ദിവസവും നല്ല ഓട്ടമുള്ളവർക്ക് ഡീസലാണ് ചേരുക. എന്നാൽ ഇടയ്ക്കിടെ മാത്രം ഓട്ടമുള്ളവർക്ക് പെട്രോൾ മതിയാകും. 17 കിലോമീറ്ററാണ് കമ്പനി പെട്രോൾ മോഡൽ അവകാശപ്പെടുന്ന ഇന്ധനക്ഷമത. ഇന്ത്യൻ സാഹചര്യങ്ങൾ ഉറപ്പായും 15+ മൈലേജ് പ്രതീക്ഷിക്കാം. W4, W6 വേരിയന്റുകൾ മിനിമം ഫീച്ചറുകൾ മാത്രം നൽകുമ്പോൾ W8 ഓപ്ഷണൽ എന്നിവ ലക്ഷറിയുടെ പുതിയ മാനങ്ങൾ തീർക്കുന്നു. കൂടുതൽ സ്പോർട്ടി ആകേണ്ടവർക്ക് ഡ്യുവൽ ടോണും ലഭ്യമാണ്. XUV 300 എന്ന വാഹനത്തെ അടുത്തെറിഞ്ഞ ഏതാനും മണിക്കൂറുകൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഈ വാഹനത്തിന്റെ ഫീച്ചറുകൾ. പുറം കാഴ്ചയിൽ സാങ്യോങ് ടിവോലിയുടെ അടിസ്ഥാന രൂപത്തിന് പുറമെ ഗംഭീര മേക്ക് ഓവറാണ് മഹീന്ദ്ര നടത്തിയിരിക്കുന്നത്. മുൻവശത്തു നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അഗ്രസീവായി കാണുന്ന ഫ്രണ്ട് ഗ്രില്ലും മറ്റെങ്കും കാണാത്ത ഹെഡ്ലാമ്പ് ഇന്റഗ്രേറ്റഡ് DRL ഡിസൈനുമാണ്. ബോണറ്റിലെ ബോഡി ലൈനും ബമ്പറിലെ ആകർഷകമായ ക്രോം പ്ലേറ്റഡ് എയർ ഡാമും എടുത്തു നിൽക്കുന്ന സ്കഫ് പ്ലേറ്റും എല്ലാം തന്നെ ഗാംഭീര്യമാർന്ന മുഖഭാവം സമ്മാനിക്കുന്നു. വശക്കാഴ്ചയിലും ടിവോലിയേക്കാൾ എന്തുകൊണ്ടും സൂപ്പർ ഹബ് എന്ന് പറയാം XUV 300. പ്രത്യേകിച്ചും ബോഡി പാനലുകളുടെ പ്ലേസിംഗിലെ കൃത്യതയും മസ്കുലാർ ലുക്ക് സമ്മാനിക്കുന്ന ബോഡി ലൈനുകളും ഒക്കെ ചേർന്ന് വളരെ സ്മാർട്ടാണ് വശങ്ങൾ. സാധാരണ മഹീന്ദ്ര പഴി കേൾപ്പിച്ചിരുന്നത് പിൻവശത്തെ സ്ഥിരം ഡിസൈൻ പിന്തുടരുന്നതിലായിരുന്നു. ഇവിടെ പതിവ് തെറ്റിച്ചു. വാഹനത്തിന്റെ അഗ്രസീവ്നെസ് ഒട്ടും ചോരാത്ത വിധം ഒപ്പം അത്യന്തം സ്പോർട്ടിയായ റൂഫ് ഡിസൈനും എല്ലാം ചേരുമ്പോൾ 360 ഡിഗ്രി സ്റ്റണ്ണിംഗ് ലുക്കിൽ XUV 300 സ്കോർ ചെയ്യുന്നു. 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് ടോപ്പ് എൻഡ് മോഡലിന്. 4 വീലുകളിലും ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ബോഡി റോൾ ഇല്ലാതാക്കുന്നതിൽ, പ്രത്യേകിച്ച് പിൻസീറ്റ് യാത്രാസുഖം വർദ്ധിപ്പിക്കുന്നതിൽ സസ്പെൻഷൻ മികവ് നല്ല പങ്ക് വഹിക്കുന്നു. സുരക്ഷയുടെ കാര്യത്തിലും ബെസ്റ്റ് ഇൻ ക്ലാസ് തന്നെയാണ് പുതിയ XUV. കയറ്റങ്ങളിലും മറ്റും വാഹനങ്ങൾ പിന്നോട്ട് ഉരുളാതെ സഹായിക്കുന്ന ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഫ്രണ്ട് പാർക്കിംഗ് അസിസ്റ്റ്, ABS വിത്ത് EBD, കോർണർ ബ്രേക്കിംഗ് കൺട്രോൾ, തണുപ്പ് കാലത്തും മഴക്കാലത്തും റിയർവ്യൂ മിററുകളിലെ കാഴ്ച ഉറപ്പാക്കാൻ ഹീറ്റഡ് ORVM, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്, എല്ലാ സീറ്റുകൾക്കും ബെൽറ്റ് വാർണിംഗ്, സ്പീഡ് സെൻസിംഗ് ഡോർ ലോക്ക്, പാനിക് ബ്രേക്ക് സിഗ്നൽ, ആന്റി തെഫ്റ്റ് അലാം എന്നിവയ്ക്കൊക്കെ പുറമെ 7 എയർ ബാഗുകളുടെ അധിക സുരക്ഷ, അതായത് പാസഞ്ചർ എയർ ബാഗുകൾക്ക് പുറമെ കർട്ടൻ എയർ ബാഗ്, പോരാത്തതിന് കാൽമുട്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡ്രൈവർക്ക് നീ എയർ ബാഗ് എന്നിവയെല്ലാം ഈ വാഹനത്തിൽ നന്നായി ഒരുക്കിയിരിക്കുന്നു. കംഫർട്ട് സോണിലേക്ക് കടന്നാൽ ബ്ലാക്ക് ആൻഡ് ബീജ് കോമ്പിനേഷനിൽ ഏറ്റവും പ്ലസന്റും പോഷുമായ ഉൾവശമാണ് നമ്മെ സ്വീകരിക്കുന്നത്. അൾട്ടുരാസിൽ കാണും പോലെ നാപ്പ ലെതർ അല്ലെങ്കിലും അതിനോട് അടുത്ത് ഫിനിഷുള്ള ലെതറൈറ്റ് സീറ്റിംഗ് നന്നായിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും കപ്പ് ഹോൾഡറുകളും മൊബൈൽ, പേഴ്സ് തുടങ്ങിയവയൊക്കെ സൂക്ഷിക്കുവാനുള്ള സ്ഥലങ്ങൾ എന്നിവയെല്ലാം കാണാം. ഈ സെഗ്മെന്റിൽ ഇലക്ട്രോണിക് സൺറൂഫ് എന്നതും പുതുമയാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, മഹീന്ദ്ര ബ്ലൂസെൻസ് ആപ്പ് തുടങ്ങിയവയൊക്കെ പ്രവർത്തിക്കുന്ന 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 4 സ്പീക്കറുകളും 2 ട്വീറ്ററുകളും അടങ്ങിയ ശബ്ദ സംവിധാനം എല്ലാം മികച്ചത് തന്നെ. ഇവ സ്മാർട്ട് വാച്ചുമായും കണക്ട് ചെയ്യാവുന്നതാണ്. ഡ്രൈവർ സീറ്റിന്റെ ഉയരം മാനുവലായി ക്രമീകരിക്കാം. ഡാഷ്ബോർഡ്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, സ്റ്റിയറിംഗ് കോളം തുടങ്ങിയവയുടെ ഡിസൈൻ അത്യന്തം പോഷായി കാണാം. വാഹനത്തെ സംബന്ധിച്ച് ഒട്ടുമുക്കാൽ വിവരങ്ങളും അറിയാൻ കഴിയുന്ന ഡയലുകൾ, TFT സ്ക്രീൻ എന്നിവ, ഡ്രൈവറുടെ ക്വാളിറ്റി അളക്കുന്ന സംവിധാനം, പാസീവ് കീലെസ് എൻട്രി, റിയർ പാർക്കിംഗ് സെൻസറുകൾ, റിയർ പാർക്കിംഗ് ക്യാമറ, ഓട്ടോ ഡിമ്മിംഗ്, IRVM തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഫീച്ചറുകളിൽ പകുതി എണ്ണവും സമയക്കുറവുകൊണ്ട് ഒഴിവാക്കുകയാണ്.
ഏറ്റവും പുതുമ തോന്നിയ ഒരു ഫീച്ചർ കൂടി പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കുകയാണ്. സ്മാർട്ട് സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് മഹീന്ദ്ര വിളിക്കുന്ന ഈ സംവിധാനത്തിൽ നഗരയാത്രകൾക്ക് കംഫർട്ട് മോഡ്, സാധാരണ യാത്രകൾക്ക് നോർമൽ മോഡ്, ഹൈവേ ക്രൂസുകൾക്ക് സ്റ്റിയറിംഗ് അല്പം സ്റ്റിഫ് ആക്കുന്ന സ്പോർട്ടി മോഡ്, ഇങ്ങനെ ഡ്രൈവറെ അടിമപ്പെടുത്തുന്ന ഫീച്ചറുകളുമായി ഒരു XUV ഫാൻ ആക്കാൻ പോകുന്നവനാണ് ഈ കുഞ്ഞൻ മഹീന്ദ്ര. വിലയിലും സ്പോർട്ടി തന്നെയാണ് XUV 300. ഡീസൽ ബേസ് വേരിയന്റ് 9.5 ലക്ഷം എന്ന ഓൺ റോഡ് വിലയിൽ തുടങ്ങി ടോപ്പ് എൻഡ് 14 ലക്ഷത്തിന് പോർച്ചിലെത്തും. പെട്രോൾ ആകട്ടെ 9 ലക്ഷത്തിൽ താഴെ തുടങ്ങി 13.5 ലക്ഷത്തിന് സ്വന്തമാക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്നതിലുപരി വാല്യൂ ആഡഡ് പ്രീമിയം വാഹനമാണ് പുതിയ XUV 300. പെട്രോൾ വേണോ ഡീസൽ വേണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. രണ്ടും നല്ല വാഹനങ്ങൾ തന്നെ. മഹീന്ദ്ര XUV 300യെ സംബന്ധിച്ച് പറയുമ്പോൾ പെട്രോൾ മോഡലായാലും ഡീസൽ മോഡലായാലും രണ്ടും നല്ല വാഹനങ്ങൾ തന്നെയാണ്. റൈഡ് ആൻഡ് ഡ്രൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.